ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനഭാഗം. മർത്തായും മറിയവും. ഭവനത്തിലേക്ക് വന്ന യേശുവിനെ ആദ്യത്തെ മര്യാദയോടെ സ്വീകരിച്ചതും ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തതും മർത്തായാണ്. തന്നെ സഹായിക്കാൻ വരാത്ത സഹോദരി മറിയത്തെക്കുറിച്ച് പരാതി പറഞ്ഞ മർത്തായോട് യേശു പറയുന്നത് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ്. മർത്തായുടെ ശുശ്രൂഷ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് യേശു കൂടുതൽ ആഗ്രഹിച്ചത് മറിയത്തെ പോലെ കേൾക്കാൻ മനസ്സുള്ള ഒരാളെയാണ്. മറിയം നമ്മുടെ മുമ്പിൽ മാതൃകയാകുന്നത് ഇവിടെയാണ്. എൻ്റെ ഗുരുവിന് ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് അവൾക്ക് വിവേചിച്ചറിയാനാകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പല ഓട്ടങ്ങളും തിക്കും തിരക്കും എങ്ങോട്ടാണ്? മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. ജെറുസലേമിലേക്കുള്ള ഈ യാത്രക്കിടയിൽ യേശു സഹോദരിമാരായ മർത്തായും മറിയവും പാർക്കുന്ന ഗ്രാമത്തിലെത്തി. ബഥാനിയയിലാണ് അവർ താമസിച്ചിരുന്നുവെന്നും അവരുടെ സഹോദരനാണ് ലാസർ എന്നും വിശുദ്ധ യോഹന്നാൻ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പതികരായ പ്രേക്ഷിതരെ സ്വീകരിക്കുന്നത് ആദിമസഭയിലെ സവിശേഷമായ ഒരു ശുശ്രൂഷയായിരുന്നു. അതിഥിയായ യേശുവിന് വേണ്ട സൽക്കാരങ്ങളും ഭക്ഷണങ്ങളും ക്രമപ്പെടുത്തുന്നതിൽ മർത്ത ബദ്ധശ്രദ്ധയായി. അവൾ അവൻ്റെ വാക്ക് കേൾക്കാൻ സമയം കണ്ടെത്തിയില്ല. ഘടകവിരുദ്ധമാണ് സഹോദരി മറിയം ചെയ്തത്. അവൾ വചനം കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദത്തിലിരുന്നു. അല്ലെങ്കിൽ കേൾക്കുന്നത് ശിഷ്യത്വ സ്വീകരണമാണ്. അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. മർത്ത പരാതിപ്പെട്ടപ്പോൾ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്നായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്നതിന് അതിനെ സൂചിപ്പിക്കുക ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനെ സ്വീകരിച്ച് സൽക്കരിക്കുക ആവശ്യമാണ്. എന്നാൽ അവനെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിനേക്കാൾ ശിഷ്യർക്ക് അത്യാവശ്യമായ ഒരു കാര്യം വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിൽ ഇരിക്കുകയാണ്. അതാണ് ശിഷ്യന്മാർക്ക് മർമ്മപ്രധാനമായ ഒരു കാര്യം. മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം. നമ്മുടെ ഇടവകളിലെ ഒരുപാട് മർത്താമാരും ഒരുപാട് മറിയംകാരുമുണ്ട്. ഇടവയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഓടി നടക്കുന്ന മർത്ത ആൾക്കാരും, അതുപോലെ തന്നെ ഇടവകയിലെ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മറിയംകാരുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ പള്ളിയിലേക്ക് വേണ്ടി നല്ല പണിയെടുക്കുവാനായിട്ട് അവർ തയ്യാറാണ്. പലപ്പോഴും രാത്രികൾ ഉറക്കം കളഞ്ഞ് അവർ പള്ളിയിലെ പല പല കാര്യങ്ങളും കൊടികെട്ടാനും തോരണം തൂക്കാനും ഊട്ടത്തു തിരുനാളിന് കലവറയിലും പള്ളിയിലെ പരിസരങ്ങളിലുമൊക്കെ അവർ ഓടി നടന്ന് പണി ചെയ്യുവാനൊക്കെ അവർ റെഡിയാണ്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റി തന്നെ അതിന് രൂപീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇവരാരും പള്ളിയിൽ പോകാറില്ല. ചിലപ്പോഴൊക്കെ അന്നത്തെ ദിവസം കുർബാന കാണാൻ സാധിക്കാതെ വരുന്ന ഒരു കൂട്ടം ജനങ്ങളിൽ ഈ മർത്താക്കാരുമുണ്ട്. അവ പലപ്പോഴും കുർബാന കാണാനും കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും അവർക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നത് അവർ മർത്തായെപ്പോലെ ഒരുപാട് തീഷ്ണതയോടെ പുറത്ത് ജോലിയെടുക്കുന്നതാണ്. പക്ഷേ അവരെ ആരെയും വേണ്ട എന്ന് വിചാരിക്കാനോ കുറ്റം പറയുവാനോ നമുക്ക് സാധിക്കില്ല. കാരണം ഒരിടവകയിൽ മറിയംകാർ മാത്രമായാൽ ഒന്നും നടക്കില്ല. മറിച്ച് മർത്താക്കാരും കൂടി വേണം. ഓരോ വൈദികരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് വേണ്ടി എല്ലാ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് അവരെ ഒരുക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും വലിയ വിലയുണ്ടാവും. വിശുദ്ധ മദർ തെരേസ പറഞ്ഞു വെച്ചതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷത്തോടെ ചെയ്യുന്നത് അത് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയായിരിക്കും. ഇന്നത്തെ സമൂഹവുമായി മറിയത്തിൻ്റെ ജീവിതം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, തിരക്കുകൾക്കിടയിലും ദൈവത്തിന് സമയം കണ്ടെത്തുക എന്നുള്ളത്. ഇന്ന് എല്ലാവരും തിരക്കിലാണ്.
ജോലി, പഠനം, മൊബൈൽ, സോഷ്യൽ മീഡിയ, വിനോദങ്ങൾ. എന്നാൽ ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും സമയം മാറ്റിവെക്കുന്നവർ കുറയുന്നു. മറിയം നമ്മളെ പഠിപ്പിക്കുന്നത് തിരക്കുകളേക്കാൾ ദൈവ സാന്നിധ്യത്തിന് മുൻഗണന നൽകണമെന്നാണ്. പലരും ദിവസവും മണിക്കൂറുകളോളം ഫോണിലും സോഷ്യൽ മീഡിയയിലും ചെലവഴിക്കുന്നു. എന്നാൽ 5 മിനിറ്റ് പോലും ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കാനോ മാറ്റിവെക്കാറില്ല. മറിയത്തിൻ്റെ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ ദൈവത്തോടൊപ്പമുള്ള സമയം വിലപ്പെട്ടതാണ് എന്നാണ്. രണ്ടാമതായിട്ട് കേൾക്കാൻ പഠിക്കുക എന്നതാണ്. ഇന്നെല്ലാവരും സംസാരിക്കാനാണ് താല്പര്യം, കേൾക്കാൻ താല്പര്യം കുറവാണ്. മറിയം യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. ദൈവം ഇന്നും തിരുവചനങ്ങളിലൂടെയും സഭയുടെ പഠനങ്ങളിലൂടെയും നമ്മുടെ മനസാക്ഷിയിലൂടെയും നമ്മോട് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാനായിട്ട് നമ്മളും നമ്മുടെ ജീവിതത്തിലെ ഈ വിലപ്പെട്ട സമയം നമ്മൾ മാറ്റിവെക്കാനായിട്ട് തയ്യാറാകണം. മൂന്നാമതായിട്ട് ആത്മീയ വളർച്ചയ്ക്ക് മുൻഗണന കൊടുക്കണമെന്നാണ്. വിദ്യാഭ്യാസം, ജോലി, സമ്പത്ത് എന്നിവയെല്ലാം ആവശ്യമാണ്. പക്ഷേ ആത്മീയ ജീവിതമില്ലെങ്കിൽ മനുഷ്യൻ ഉള്ളിൽ ശൂന്യനാകും. മറിയം ആദ്യം ആത്മാവിനെ പോഷിപ്പിക്കുന്നതിനെയാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ദൈവത്തിന് മുൻഗണന കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആർക്കാണ് എന്ന് ചിന്തിച്ച് നോക്കുക. ദൈവത്തിനാണോ അതോ സോഷ്യൽ മീഡിയയ്ക്കാണോ എന്ന്. മേരിയുടെ ഫോക്കസ് അത് ഈശോയുടെ മുഖത്തായിരുന്നു. പക്ഷേ മർത്തയുടെ ഫോക്കസ് അത് ജോലിയിലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഫോക്കസ് എവിടേക്കാണ് എന്ന് നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കർത്താവിലേക്കാണോ അതോ നമ്മുടെ ജോലി മേഖലകളിലേക്കാണോ എന്ന്. തന്നെ ശ്രവിച്ച് തൻ്റെ അടുത്തിരുന്ന മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് ഈശോ പറയുന്നത്. എന്ന് കരുതി മർത്ത മോശക്കാരിയാണ് എന്ന് ഇതിന് അർത്ഥമാക്കുന്നില്ല. നേരെ മറിച്ച് കുറെ കൂടി ശ്രേഷ്ഠമായത് മറിയം ചെയ്തുവെന്ന് മാത്രം. നിങ്ങൾക്ക് ഒരാളോട് കാണിക്കാവുന്ന ബഹുമാനത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് അയാളെ ശ്രവിക്കുക എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് പറയാനുള്ളത് കേൾക്കുക, അയാളുടെ സമീപത്തായിരിക്കുക. അതിനേക്കാൾ വലിയ പുണ്യം എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഈശോയ്ക്ക് പ്രധാനപ്പെട്ടതും അതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് മറിയത്തെ പ്രശംസിച്ചത്. നമുക്ക് മർത്തായെയും വേണം, മറിയവും വേണം. കർത്താവിന് വേണ്ടി ബാഹ്യമായ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോഴും തമ്പുരാൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കുന്ന, അവനെ ശ്രവിക്കുന്നവരായി നമുക്ക് മാറാനായിട്ട് സാധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.